എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു വയറുവേദന പ്രശ്നമല്ലേ, അതങ്ങ് മാറിക്കോളും. ഞാൻ അതിനുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആഹാരം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പിന്നെ തണുത്ത ആഹാരം ഒന്നും കഴിക്കരുത്, അതായത് ഫ്രിഡ്ജ് വെച്ച ആഹാരം ഒന്നും എടുത്ത് കഴിക്കരുന്നാൽ മതി. ഇല്ല 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 ഡോക്ടർ. അതായത് ഇപ്പൊ ഇത് ഇംഗ്ലീഷ് മരുന്ന് കൊണ്ട് മാത്രം മാറുന്ന ഒരു വയറുവേദന അല്ല. കാരണം ചില ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ചില വൈറ്റമിൻ ടി ഒക്കെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര നെവരാന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്, ആ മീൻ അങ്ങ് കഴിക്കണം കേട്ടോ. അത് പക്ഷേ ആറ്റുമീൻ, അത് നിങ്ങൾക്ക് അത് ആറ്റി പോയി പിടിച്ച് അത് പിന്നെ വറുത്തല്ല, അത് കറി വെച്ച് കഴിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ അസുഖം മാറും കേട്ടോ, പിന്നെ വയറുവേദന ഉണ്ടാവത്തില്ല. ആഹാ, അത് ഏത് മീനാ ഡോക്ടർ? നെവരാന്ന് പറഞ്ഞൊരു മീൻ, അത് അത്യാവശ്യം വലിയ മീൻ. അത് ചൂണ്ടയിട്ടോ അല്ലെങ്കിൽ വലയിട്ടോ പിടിപ്പിക്കാം. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ ആരെങ്കിലും കൊണ്ട് പിടിപ്പിച്ചാൽ മതി. അത് എന്നിട്ട് ഒരു പ്രാവശ്യം കഴിച്ചാൽ മതി കേട്ടോ. ഒറ്റ തവണ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഈ വൈറ്റമിൻ്റെ എല്ലാ പ്രോബ്ലംസും മാറും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം കൊണ്ട് വയറുവേദന ഉണ്ടാവത്തില്ല കേട്ടോ. ശരി ഡോക്ടർ, ഇപ്പൊ വയറുവേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ട്. ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. അത് കംപ്ലീറ്റ്ലി മാറണമെങ്കിൽ ഈ പറഞ്ഞ മീൻ കഴിക്കണം കേട്ടോ. എന്നാ ശരി. ശരി ഡോക്ടർ. സിസ്റ്റർ, അടുത്ത ആളെ വിളിക്കൂ. മീനാക്ഷി, ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. ആറ്റുമീനാണെന്നെ പറഞ്ഞത്. നമുക്കാണെങ്കിൽ നമ്മുടെ മറ്റേ ആ വടക്കേ ആറി പോയി പിടിക്കാം. പിന്നെ നമുക്ക് പോയി പിടിച്ചാൽ പറ്റുമോ? ഇനി വേറെ ആരെ കൊണ്ട് പിടിപ്പിക്കാൻ? അച്ഛനാണെങ്കിൽ വരുത്തൊന്നുമില്ല. അച്ഛൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അച്ഛൻ എങ്ങനെ മീൻ പിടിക്കാനാ? അമ്മടിമോളോ? വെളിച്ചെണ്ണ വാങ്ങിക്കാൻ വേണ്ടിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിയാ. വെളിച്ചെണ്ണ കിട്ടിയില്ല. പക്ഷെ അയ്യോ, അതെന്താ മോളെ കിട്ടാനേ? ഉച്ച സമയമില്ലേ ആന്റി, അത് കട അടച്ചേക്കുമായിരുന്നു. അവരുണ്ണാൻ പോയാന്ന് തോന്നുന്നു. ഇനിയിപ്പോ ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്ത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാം. എന്റെ കയ്യിൽ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, എക്സ്ട്രാ ഇരിപ്പുള്ളതാ. അത് തന്നു വിടാം. വാ മോളെ, അമ്മണി വാ. അർജന്റായിട്ട് വെളിച്ചെണ്ണ കൊണ്ട് വീട്ടിൽ ചെല്ലണ്ട, നീ ഇവിടെ കളിച്ച്. അയ്യോ, നടന്നങ്ങ് ക്ഷീണിച്ചു. അയ്യോ, പിന്നെ നമ്മളെപ്പോ മീൻ പിടിക്കാൻ പോകും? മോളെ എന്തിനാണ്? അമ്മയ്ക്ക് വയ്യായിരിക്കും. അപ്പൊ വരുന്നു വേണ്ട, അമ്മയ്ക്ക് എന്റെ വയറുവേദന. പിന്നെ അല്ലയോ, ഞാൻ വയറുവേദന ഞാൻ ഈ മീൻ പിടിക്കാൻ വരാര്. നിങ്ങൾ ആരിലൊക്കെ പോയി പിടിച്ചോണ്ട് പോവാ. ഞാനെന്നാ റൂമിലോട്ട് പോട്ടെ, അവിടെ പോയി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോടി. അമ്മ പോയി കിടന്നു, ഞാൻ അങ്ങോട്ട് ആഹാരം കൊണ്ടുവന്നേക്കാം. അമ്മണി നിൽക്കി, ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ട് വരാം കേട്ടോ. എന്താ പിന്നെ അത്ര നേരം ഇവരോട് കളിക്ക്. വീട്ടിൽ പോകണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വീട്ടില് അച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ടായിരുന്നു. അത് കുഴപ്പമില്ല, അച്ചാർ പിന്നെ വൈകിട്ടായിരുന്നു ഉണ്ടാക്കിയാൽ മതി. അമ്മ പറഞ്ഞായിരുന്നു വൈകിട്ടുണ്ടാക്കാൻ വേണ്ടിട്ടല്ലേ ഉച്ചയ്ക്ക് പറഞ്ഞു വിട്ടത്. അല്ലെ ഇപ്പം കറി വയ്ക്കാൻ വേണ്ടിട്ടല്ലേ. ഇപ്പോഴത്തെ കറിയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു, ഉച്ചക്കത്തേക്കുള്ളതൊക്കെ. അത്യാവശ്യമായിട്ട് നമുക്ക് മീൻ പിടിക്കാൻ പോകണ്ടല്ലേ? നിങ്ങൾ മീൻ പിടിക്കാൻ പോവല്ലേ? എന്നാലും ഞാനോട് വരുവാ നിങ്ങളോട് മീൻ പിടിക്കാൻ. മീൻ പിടിക്കുന്നറിയോ? ഇല്ല, കറി വയ്ക്കാനോ മീൻ വറക്കാനോ? അതല്ല, മീൻ ഇപ്പൊ അത്യാവശ്യമായിട്ട് പിടിക്കാൻ പോകുന്ന കാരണം എന്താണെന്നറിയോ? അമ്മൂമ്മയ്ക്ക് വയറുവേദന ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു വരാൻ വന്നിട്ട് മീൻ വാങ്ങി പിടിച്ചു തന്നു കഴിഞ്ഞാലേ അതായത് വയറുവേദനയൊക്കെ മാറുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഞങ്ങൾ മീൻ പിടിക്കാൻ പോണേ. അയ്യോ, മീനോ? എന്താ അങ്ങനെ ചോദിച്ചേ? എല്ലായിടത്തും കിട്ടത്തില്ല. അതെവിടാന്നറിയോ? മറ്റുള്ള ക്രോക്കോഡൈൽ ഉണ്ടല്ലോ, നമ്മുടെ ആറിന്റെ വടക്കേ ആറിന്റെ താഴത്തെ അറ്റത്തേ കിട്ടത്തുള്ളൂ ആ മീന്, നെവരമീന്. അവിടെ ആണെങ്കിൽ ഇഷ്ടംപോലെ ക്രോക്കോഡൈൽ ഉണ്ട്. മുതലുണ്ടോ അവിടെ ആ കുളത്തില്? ശരി, അത് കുളമല്ല, അത് ആറ് തന്നെയാണ്. ആറിന്റെ ഒരു ചെറിയൊരു ഭാഗം, അത് താഴ്വശത്ത്. അത് ആറിന്റെ നമ്മളിങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആറിന്റെ ഒരു താഴ്വശത്തെ ഭാഗത്ത് കുറച്ചിന് വെള്ളം കെട്ടി കിടപ്പുണ്ട്. ആ ഭാഗത്താണ് ഇത് ഏറ്റവും കൂടുതലുള്ള നെവരമീന്. അവിടെ ദൂരട്ടൊന്നും പോകത്തൊന്നുമില്ല ആ മീന്. ആ ഭാഗത്ത് മാത്രം ഇഷ്ടംപോലെ ആണെങ്കിൽ നെവരമീനെ പിന്നെ പിടിക്കാൻ കിടക്കുന്നതെന്ന് തോന്നുന്നു ഈ ക്രോക്കോഡില്. എടി, അപ്പൊ നിനക്കറിയാം ആ മീൻ ഏത് ഭാഗത്തുള്ളത്? ഞാൻ അറിയത്തൊന്നുമില്ല ആ ഭാഗമൊന്നും. എന്നിട്ട് ഒരു കാര്യം നീ കൂടെ മീൻ പിടിക്കാന്. എന്നാ ശരി, ഞാനോട് വരാം. നിക്കുമ്പോളെ ഞാൻ അമ്മൂമ്മയുടെ മുറി നിൽക്കുവാ. ഇപ്പൊ കൊണ്ടുവരാം. ഞാൻ അങ്ങോട്ട് വരുവാ. അമ്മൂമ്മയ്ക്ക് ആഹാരം കൊടുത്തു. ഞാൻ എന്താ പോയി വിളിച്ചിട്ട് എടുത്തു വരാം. എന്താ മോക്ക് വേണ്ടത്? എന്ത് പറഞ്ഞിപ്പം? അമ്മ ഈ അമ്മയ്ക്കാണെങ്കിൽ നെവരമീനാണെങ്കിൽ ഉള്ള സ്ഥലം അറിയാം. മറ്റേ ആ വടക്കാറിന്റെ താഴ്വശത്തങ്ങളാണ് ഇവള് പറഞ്ഞു. ആ ഭാഗത്ത് മാത്രമേ ഉള്ളത് നെവരമീന്. അവിടെ പക്ഷേ ഇഷ്ടംപോലെ ആണെങ്കിലേ റോക്കോഡിൽ ഉണ്ടെന്നാണ് ഇവള് പറഞ്ഞത്. അറിയാവോ? അമ്മടി മോക്ക് അറിയാവോ ഇവിടെ നെവരമീൻ ഉള്ളതെന്നുള്ളത്? എനിക്കറിയാം. എന്തെന്നറിയാം, എന്റെ അച്ഛനെങ്കിലും കഴിഞ്ഞ ആഴ്ച പിടിക്കാൻ പോയിരുന്നു മീനോടെ. അന്നേരം പറഞ്ഞു നെവരമീൻ മാത്രമേ കിട്ടിയുള്ളൂ. ആ ഭാഗത്തേക്ക് നെവരമീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല നെവരമീൻ എന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് പോയപ്പോ എന്നെ കൂടെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ എനിക്കറിയാം സ്ഥലം. മോളുടെ അച്ഛൻ മീൻ പിടിക്കാൻ പോയിരുന്നു അവിടെ? പോയേ. ഈ നെവരമീൻ പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വെച്ചായിരുന്നു, കറി വെച്ചായിരുന്നു അമ്മ. അത് പക്ഷെ ഇത് ചോറ് പോലെ വല്ലാതെ ടേസ്റ്റാ, അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ഇതിപ്പോ ടേസ്റ്റിന് വേണ്ടിട്ടല്ല മോളെ, അമ്മൂമ്മയ്ക്കാണെങ്കിൽ കഴിക്കാൻ വേണ്ടിട്ടാ, വയറുവേദനയായിട്ടേ. വലിയ ടേസ്റ്റ് ഇല്ലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ കൊള്ളാനിയൊന്നുമില്ല. കൊള്ളൊക്കെ ചെയ്യാം മീന്, പക്ഷെ എനിക്കങ്ങനെ വലിയ ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ലെന്നേ ഉള്ളൂ. അമ്മ നമ്മളെപ്പോഴാ മീൻ പിടിക്കാൻ പോന്നേ?
അയ്യോ ഇപ്പൊ തന്നെ പോണം മോളെ, അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് ചിലപ്പോൾ പിന്നെ വേറെ ഉണ്ടായി ചെയ്യും. ഡോക്ടർ പറഞ്ഞു തരുന്നത് നമുക്ക് ആ മീൻ കൂട്ടി കൊടുക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ തന്നെ അങ്ങ് പോവാം നമുക്ക്. പിന്നെ നിങ്ങൾ ഇങ്ങനെ നേരത്തെ ചൂണ്ടയിട്ട ചൂണ്ട അടങ്ങാണ്ട് ഉമ്മറത്തങ്ങാണ്ട് ഇരിപ്പുണ്ടല്ലോ. ഇങ്ങനത്തെ കുട്ടുമ്പോൾ അറിയാലോ എവിടെ ഇരിക്കുന്നു. മോൻ ഇങ്ങനത്തെ അമ്മ ചൂണ്ട ഇങ്ങനെ കൂടെ ചെല്ലാൻ അവൻ്റെ അടുത്തിട്ട്, അല്ലെങ്കിൽ അവനെ ദേഹത്തൊക്കെ ഇട്ട് കുത്തുക ചൂണ്ടയിട്ട്. മോനോട് ചെല്ലങ്ങോട്ട്. പണ്ടത്തെ പോലെ ഇപ്പൊ ചൂണ്ടയിട്ട് ഞാൻ മീൻ കിട്ടാൻ ഭയങ്കര പാടാ. ഇതം കിട്ടിയാൽ മതിയായിരുന്നു ചൂണ്ടയിടുമ്പോ. വരുന്നു ആ ഭാഗത്ത് ഇടും മോളെ ചൂണ്ട. സത്യമാണോ നമ്മൾ ഈ പറയുന്നത്? ഓ എനിക്ക് ആ മീനായാൽ മതിയായിരുന്നു. അവരെ മീൻ നമുക്ക് പെട്ടെന്ന് സ്ഥലം വിടായിരുന്നു. ഇവിടുന്ന് ക്രോക്കോഡിലുള്ള സ്ഥലമാണെന്ന് ഇവിടെ പറഞ്ഞു കേട്ടോ. മുതലൊക്കെ ഉള്ളതെങ്കിൽ പേടിക്കണ്ടേ. അയ്യോ കൊത്തി സാധനം പിന്നെ തിരിച്ചു പോയേ. വേറെ ആരെങ്കിലും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ആണുങ്ങളല്ല. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. പെണ്ണുങ്ങൾ വന്നിട്ട് കൊച്ചു കൊച്ചുങ്ങൾ, ഞാൻ മാത്രമല്ല ഒരു പെണ്ണായിട്ട്. അയ്യോ നിങ്ങളെന്താ കൊച്ചു കുട്ടികൾ മുതലെല്ലാം വന്ന് കയറി എന്ത് ചെയ്യും? നമുക്ക് ഇത്ര മതി മോളെ, എന്നാ പിടിച്ചത് നമുക്ക് പോകാനി. എന്താ നമുക്ക് ഇത്ര മതി പിടിച്ചതെന്നോ? എന്തിനാണ് പിടിച്ചത്? ഒന്നും കിട്ടിയില്ലല്ലോ. അതാ പറഞ്ഞത്, മീൻ പിടിക്കാൻ വേണ്ടിട്ട് ഇനി ആരെയും വിളിച്ചിട്ടുണ്ടല്ലോ. നമുക്കിപ്പോ പോകാം. അയ്യോ ശരിയാ ശരിയാ, മുതലേ എന്നോട് നേരെ പിള്ളേരെ ചൂണ്ട എടുക്കണോ? ഓടാ. ഓ നമ്മളത്തിന് കൊറേ ദൂരം ഓടിയല്ലേ. ഓ ഇനിയിപ്പോ പേടിക്കണ്ട, അതിന് പുറകെ ഏറിയൊന്നും വരുത്തുന്നില്ല. വിശ്വസിക്കാൻ പറ്റത്തില്ല. മെയിൻ റോഡിൽ നിന്ന് കയറും അത്. എന്താണ് അമ്മ നീ ആകാശം നോക്കിയിട്ട് മുതല വരുന്നു പറയുന്നേ? അതാ പ്ലെയിനിൽ തൊട്ട് ചാടിയിട്ടുണ്ട്. എങ്ങോട്ട് പോയത്? ആ അത് കോമ്പർട്ടീനോ ക്രോക്കോഡൈലിന്റെ പ്ലെയിൻ അല്ലേ അത്? അത് ആർമിയുടെ പ്ലെയിൻ അതിലാ പോകുന്നത്. ഓ നമ്മൾ പേടിച്ചു പോയില്ലേ. ഹലോ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ബോംബർഡിയിലെ ക്രോക്കോഡിലിനെ കണ്ടോ? അയ്യോ ദേ ആർമിയിൽ ഒരാൾ ഇറങ്ങി വന്നേക്കുന്നത്. ആർമിയുടെ ഒരു പ്ലെയിൻ പോകുന്ന കണ്ടില്ലേ? അതിനകത്തുണ്ടായിരുന്നു. ഞങ്ങൾ തന്നെ ആ ഹെലികോപ്റ്റർ അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട്. ആ ക്രോക്കോഡിലാണെങ്കിൽ ഭയങ്കര ശല്യം വന്നാൽ എല്ലാവർക്കും. അതുകൊണ്ട് ഭയങ്കര ഈ വഴി പോയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നേ. സാറേ ഈ വഴി പോയി സാറേ. ഞങ്ങൾ അതിനെ കണ്ട് പേടിച്ചോടിയതാ. ഞങ്ങളെ ആ പുഴയിലുണ്ടായിരുന്ന ഒരു ക്രോക്കോഡിനത്. ഈ ഇവര് പറയുന്ന ബോംബർഡീനോ, എനിക്ക് എന്റെ പേരൊന്നും ശരിയായിട്ട് അറിയത്തില്ലേ, പിള്ളേർക്കറിയാം. ആ അതെ അതെ, അത് ഭയങ്കര ശല്യം. എല്ലാവർക്കും വലിയ ശല്യമായിട്ട് നടക്കും അത്. അതെങ്കിൽ പ്ലെയിൻ വരെയാണെങ്കിൽ കത്തിച്ചിടുന്നത്. അതുകൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. ആ ശരി ശരി ശരി. ആ അതുകൊണ്ട് അവരവരുടെ ഹെലികോപ്റ്റർ എടുത്തു കേട്ടോ ആർമിക്കാര്. അതിന് പറയാൻ പോവാ കേട്ടോ. അതെ അതെ, ഇനിയിപ്പോ അവരുടെ ശല്യമേ ഉണ്ടാകുന്നില്ല. ആ ക്രോക്കോഡിന്റെ ശല്യം. ഓ നമുക്ക് ഈ ആ പുഴയിൽ പോയി ഇഷ്ടംപോലെ മീനും പിടിക്കാം. ഇനി അമ്മൂമ്മയുടെ വയറുവേദന മാറ്റാം അല്ലേ? അതെ അതെ.